Download now. CC Learning app. ഹലോ, എല്ലാവർക്കും കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഇപ്പൊ എല്ലാവരും ഇന്ന് തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഫ്രീ കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽസും അതോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയൽസും അതിനോടൊപ്പം തന്നെ എന്തുണ്ടാകും? നമുക്ക് ഡെയിലി മോക്ക് എക്സാമുകളും ക്യൂസസും ഉണ്ടായിരിക്കും. PSC ആയിട്ട് ബന്ധപ്പെട്ട് ജനറൽ PSC ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ ആപ്പിൽ കിട്ടുന്നതാണ്. സോ നമ്മൾ ഇന്നത്തെ കാര്യത്തിലേക്ക് വരികയാണ്. LD ക്ലർക്ക് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോടെ വരും. 2026 ഡിസംബർ ആ ഒരു ടൈമിൽ LD ക്ലർക്ക് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷം എന്തുണ്ടായിരിക്കും? അടുത്ത വർഷം തന്നെ എക്സാം ഉണ്ടായിരിക്കും. അതിനടുത്ത വർഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. പക്ഷെ നമ്മൾ LD ക്ലർക്കിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു പ്രധാനപ്പെട്ട പരീക്ഷയുണ്ട്. ഏതാണെന്നല്ലേ? നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയാണത്. അതിന്റെ എക്സാം പീരീഡ് വരുന്നത് എപ്പോഴാണെന്ന് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ, നവംബർ ആ ഒരു ടൈമിലാണ് അതിന്റെ എക്സാം പീരീഡ് വരുന്നത്. ഓരോ ജില്ലയിലും ആയിട്ടായിരിക്കും എക്സാം നടക്കുന്നത്. ഒരു സംസ്ഥാനതല നിയമനമല്ല, റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പല ഘട്ടങ്ങളായിട്ടുള്ള പരീക്ഷയായിരിക്കും. അതായത് ഓരോ ജില്ലയ്ക്കും ഓരോ ഘട്ടമായിരിക്കും. ഇതിന്റെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? രണ്ടിനും ഒരൊറ്റ സിലബസ് ആണ്. ഏതിന്? നമ്മുടെ ഈ വരാൻ പോകുന്ന LD ക്ലർക്കിനും രണ്ടിനും എന്താണ്? ഒരൊറ്റ സിലബസ് ആണ്. LD ക്ലർക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിസംബർ 2026 നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത്. പരീക്ഷ വരുന്ന എപ്പോഴാണെന്ന് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ, അതോടൊപ്പം തന്നെ ഓഗസ്റ്റ്, ഒക്ടോബർ ആ ഒരു ടൈമിലായിരിക്കും ഇതിന്റെ പരീക്ഷ എന്ന് വരുന്നത്. ഇനി നമ്മൾ ഇതിന്റെ സിലബസിലേക്ക് വ്യക്തമായിട്ട് പോവുകയാണെങ്കിൽ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പൊതുവിജ്ഞാനമാണ്. എത്ര മാർക്കുണ്ട് അതിന്? 50 മാർക്കുണ്ട്. അതിലെ വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ ചരിത്രത്തിന് എത്ര മാർക്കാണ്? 5 മാർക്കാണ്. ഭൂമിശാസ്ത്രം 5 മാർക്കാണ്. ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിന് 5 മാർക്കാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 5 മാർക്കാണ്. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്നുള്ള ഭാഗത്തിന് 5 മാർക്ക് ഉണ്ടായിരിക്കും. പിന്നെ ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യത്തിന് 6 മാർക്കാണ്. അതിനോടൊപ്പം തന്നെ ഭൗതിക ശാസ്ത്രം 3 മാർക്കാണ്. ഇങ്ങനെയാണ് എന്ത് വരുന്നതിന്റെ സ്റ്റാറ്റിക് GKയുടെ പാർട്ടിൽ നിന്നുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ നോക്കിയാണ്. രസാന്തരത്തിന് 3 മാർക്ക് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കലാ, കായികം, സാഹിത്യം, സാംസ്കാരികം എന്നുള്ളതിന് 3 മാർക്ക് ഉണ്ടായിരിക്കും. പിന്നെ കമ്പ്യൂട്ടറും അടിസ്ഥാന വിവരങ്ങളും എന്നുള്ള പാർട്ടുണ്ട്. അതിനും 3 മാർക്കാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതിന്റെ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ ആണെങ്കിൽ പറയുന്നില്ലെങ്കിൽ നമ്മുടെ GKയുടെ ഒരു പാർട്ട് തന്നെയാണത്. സെപ്പറേറ്റ് മൊഡ്യൂൾ ആയിട്ട് അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ട് തന്നെയാണ്. എന്താണത്? സുപ്രധാന നിയമങ്ങൾ. PSC പുതുതായിട്ട് ആഡ് ചെയ്തതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ്. സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നു. പിന്നെ രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ സ്റ്റാറ്റിക് GK കഴിഞ്ഞു. ഇനി ഡൈനാമിക് GKയിലേക്ക് നമ്മൾ വരാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിലേക്ക് വരാനായിട്ട് പോവുകയാണ്. കറണ്ട് അഫയേഴ്സിന് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 20 മാർക്കാണ് എന്തിനുണ്ടാകുക? VFAക്കും അതോടൊപ്പം ഇനി വരാൻ പോകുന്ന LD ക്ലർക്കിനും വരാൻ ഉള്ളത്. ഇനി മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് 10 മാർക്ക് ഉണ്ടായിരിക്കും. ജനറൽ ഇംഗ്ലീഷിനും 10 മാർക്ക് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ മലയാളത്തിനും 10 മാർക്ക്. അങ്ങനെ മൊത്തം 100 മാർക്കിന്റെ OMR പരീക്ഷയാണ്. 1.5 മണിക്കൂറിന്റെ OMR പരീക്ഷയാണ് 2 എക്സാമുകൾക്കും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ VFA എക്സാം നല്ല രീതിയിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന LD ക്ലർക്ക് എന്ന് പറയുന്ന ആ ഒരു പരീക്ഷ വലിയ പാടുള്ള ഒരു പരീക്ഷയായില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴെന്ത് ചെയ്യാൻ പറ്റും? കളം നിറയാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. സോ എന്ത് ചെയ്യുക? എല്ലാവരും ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം? VFA എന്ന് പറഞ്ഞ പരീക്ഷ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. നമ്മളൊരു 10th ലെവൽ എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു എക്സാമിന് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ CCയിൽ VFAയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എക്സാം ഡേറ്റ് ഉടനെ തന്നെ വരും. ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ എക്സാം ഡേറ്റ് വരുന്നതാണ്. സോ നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. നല്ല ഒരു സ്കോറോട് കൂടി നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം. നമുക്ക് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ എന്തായിട്ട് കയറാൻ പറ്റും? LD ക്ലർക്കായിട്ട് കയറാനായിട്ട് പറ്റുന്നതാണ്. സോ നമ്മുടെ VFAയുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8590202323 എന്ന നമ്പറിലേക്ക് എല്ലാവരും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, നന്ദി, നമസ്കാരം.